ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഇത് മലയാളത്തിൻ്റെ പരിമിതികളാണ് അതിൻ്റെ പ്രശ്നം. അന്നന്ന് വേണ്ട ആഹാരം എന്നതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഈ പ്രാർത്ഥന എല്ലാം പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ന് ഓർത്ത് വിഷമിക്കണ്ട, എന്ത് ധരിക്കുമെന്ന് ഓർത്തും വിഷമിക്കണ്ട. അതെല്ലാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം നിങ്ങൾക്കിതെല്ലാം വേണമെന്ന്. അപ്പോൾ അതാണോ ഈ അന്നന്ന് വേണ്ട ആഹാരത്തിൻ്റെ ആഗ്രഹം, പ്രാർത്ഥനയുടെ തത്വം? അല്ല. നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് താനെ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ ഇതെല്ലാം 6-ാം അധ്യായത്തിൽ തന്നെയാണ്. 6-ാം അധ്യായത്തിലാണ് ആദ്യം രാജ്യവും നീതി. അപ്പോൾ ആ പ്രാർത്ഥനയാണ് അതിൻ്റെ കോർ. ഇവിടെയാണ് നമ്മളിൽ ഉണ്ടാകേണ്ട റെവല്യൂഷണറി ചേഞ്ച്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുന്നതിൽ, പക്ഷെ ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിൽ ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ള ഒരു ധ്വനിയാണ് അന്നന്ന് വേണ്ട ആഹാരത്തിൽ ഉള്ളതെങ്കിൽ അവിടെ നമ്മുടെ പ്രാർത്ഥന പോയി, അതിൻ്റെ ഡെപ്ത് പോയി. മറിച്ച് സ്വർഗീയമായ കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാത്ത വലിയ കാര്യങ്ങളാണ് പിതാവ് നമുക്ക് തരാൻ പോകുന്നത്. അന്നന്ന് എന്ന് പറഞ്ഞാൽ എന്നേക്കും എന്ന് പറഞ്ഞാൽ അനന്തതയിലേക്കും എന്നാണ് അർത്ഥം. അവിടെ നമ്മുടെ നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആഹാരം ഇന്ന് നമുക്ക് തരും. അതെന്തെല്ലാമാണ്? അതിലൊന്ന് ജ്ഞാനമാണ്. ജ്ഞാനം അക്ഷയനിധിയാണ്. അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ദാനങ്ങൾ ജ്ഞാനം, അറിവ്, വിവേകം, ബുദ്ധി, ദൈവഭയം, ധൈര്യം, ഇതെല്ലാം. ഇനി രണ്ടാമത് ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. മൂന്നാമത് ദൈവവചനമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവചനം കൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇൻകാർണേറ്റ് വേർഡാണ്. ആ വചനം മാംസമായതാണ് യേശു. ആ വചനം നമ്മൾ ഭക്ഷിക്കണം. എൻ്റെ വചനത്തോട് നിങ്ങൾ തീവ്ര അഭിനിവേശം കാണിക്കണം. എൻ്റെ വചനമാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അത് ആത്മാവും ജീവനുമാണ്. എന്തോ ഒരു വലിയ കാര്യമാണ്. ആ വചനം നമ്മുടെ ആത്മാവിന് ഭക്ഷണമാണ്. വിശുദ്ധ കുർബാന അഥവാ എല്ലാ കൂദാശകളും ആത്മാവിൻ്റെ ഭക്ഷണമാണ്. തിയോളജിക്കൽ വെർച്യൂസ്, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ഇത്രയും കാര്യങ്ങളാണ് കോർ പ്രയർ. ഇനി ഈ തത്വം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമയമെടുക്കണം, ഓടരുത്, ധൃതി പിടിക്കരുത്. അർത്ഥം മനസ്സിലാക്കിയിട്ട്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അതാണ് നമ്മൾ കുർബാനയിൽ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ. എന്താണ് അങ്ങയുടെ നാമം? അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം അങ്ങയുടെ ആ പരിശുദ്ധി ഞങ്ങളിലേക്ക് ഒഴുകണേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ആ പരിശുദ്ധി മക്കളായ നമ്മുടെ ജന്മാവകാശമാണ്. അത് നമ്മളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ തന്നെ ഈ പരിശുദ്ധിയാണ് നമ്മിലേക്ക് ഒഴുകുന്നത്. ആ അർത്ഥത്തിലാണ് മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണിടാ. എന്താണ് എനിക്കുള്ളത്? പ്രഥമമായിട്ട് എൻ്റെ പരിശുദ്ധി, എൻ്റെ വിശുദ്ധി. ആ വിശുദ്ധി ഞാൻ നിനക്ക് തരും. അത് നിൻ്റെ അവകാശമാണ്. പിതാവേ, ആ വിശുദ്ധി ഇല്ലാതെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആ വിശുദ്ധി എനിക്ക് തരണേ. ആ വിശുദ്ധി എന്നിലൂടെ ലോകത്തിലേക്ക് ഒഴുകണേ. ആ വിശുദ്ധി, എന്നിലുള്ള അശുദ്ധി നിനക്കറിയാം. എൻ്റെ ഇപ്പോഴും ജന്മഭാവത്തിൻ്റെ പ്രസരണത്തിൻ്റെ കോൺക്യൂപ്പിസൻസ് എന്ന് പറയും. മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞവരിൽ ജന്മഭാവത്തിൻ്റെ മാരകമായ ഒന്നും നിലനിൽക്കുന്നില്ലെങ്കിലും കാലികമായ ചില പ്രസരണങ്ങളുണ്ട്. പാപത്തിലേക്കുള്ള ചായ്വ്, ആസക്തികൾ, പാവാസക്തി എന്ന് പറയും.
ഇതെല്ലാം എന്നിലുണ്ട് പിതാവ്, ഇത് മാറ്റണം. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് അവിടുത്തെ രാജ്യം വരണമേ. ആ രാജ്യം പിശാചിൻ്റെ രാജ്യത്തെ തകർക്കുന്ന രാജ്യമാണ്, ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, വീണ്ടും ജനനമാണ്, പുതിയ സൃഷ്ടിയാക്കുന്നത്. ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് വേറെ ഒരു നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. സ്വർഗത്തിൽ എങ്ങനെയാണ് അങ്ങയുടെ ഹിതം? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതവും അവിടെയുള്ള മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഹിതവുമായിട്ട് ഇങ്ങനെ ഒന്നായിരിക്കുകയാണ്, ഇങ്ങനെ ഫ്യൂസ് ആക്കിയിരിക്കണമായിരിക്കണം. ഫ്യൂസ് എന്ന് പറയുന്നത് എന്താ മലയാളത്തിൽ? വിളക്കി ചേർത്തിരിക്കുന്നു പറഞ്ഞാൽ അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ വിളക്കി ചേർത്തിരിക്കുന്നത്. അതാണ് കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത്. കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിതം ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് വിളക്കി ചേർത്തിരിക്കുന്നു. ദൈവം എന്താഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഭൂമിയിലെ മാലാഖമാരാണ് നമ്മൾ. സ്വർഗത്തിൽ മാലാഖമാരും സ്വർഗത്തിൽ വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ ഹിതം മാത്രം ചെയ്യുന്നവരാണ്. അങ്ങനെ സ്വർഗത്തിലെ പോലെ അവരുടെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് ഇങ്ങനെ വിളക്കി ചേർത്തിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഭൂമിയിലും ആകണമേ, എന്നിലാകണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ, എന്നിലാകണേ. അപ്പോൾ ഭൂമി എന്തായി മാറും? സ്വർഗമായി മാറും. അതാണ് ലോകാവസാനം. ലോകത്തിൻ്റെയും ലൗകികതയുടെയും ആസക്തികളുടെയും സ്വാർത്ഥതയുടെയും ചിന്തകളെല്ലാം മാറി. ഇവിടെ ആണ് എൻ്റെ ഒരു ചെറിയ സജഷൻ. നമ്മളുടെ പ്രാർത്ഥനയിൽ വലിയൊരു വ്യത്യാസം വരുത്തേണ്ടത്, നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് അതുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പോയി പ്രാർത്ഥനയുടെ പർപ്പസേ പോയി. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, 25 വർഷം മുമ്പ് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയില്ല, എൻ്റെ മക്കളൊക്കെ കുഞ്ഞുങ്ങളാണ്, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യാനില്ല, എനിക്കൊരു സമൂഹമില്ല. എന്നോട് കർത്താവ് പറയാണ്, നീ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വേലയ്ക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഞാൻ ജീവിക്കും? ആരെനിക്ക് ശമ്പളം തരും? എനിക്കൊരു അലവൻസോ ഒരു പോക്കറ്റ് മണിയോ ഒരു എമോൾമെൻ്റ് ഒന്നുമില്ലാണ്ട് ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാണ്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. നീ അവരെക്കാൾ ശ്രേഷ്ഠനാണോ? തീർച്ചയായിട്ടും. ഞാൻ അവരെ തീറ്റിപ്പോറ്റുന്നുവെങ്കിൽ നിന്നെയും തീറ്റിപ്പോറ്റും. കേൾക്കുമ്പോൾ ശരിയാണ്, പക്ഷേ പ്രാക്ടിക്കലി വന്നപ്പോൾ എവിടെ നിന്ന് വരും ഇത്? അന്ന് എന്നെ കർത്താവ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഹിതം എന്നുള്ളിടത്ത് ഞാനിങ്ങനെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കും. എൻ്റെ ഹിതമല്ല, എനിക്ക് ജോലി ചെയ്ത് കാശുണ്ടാക്കി എൻ്റെ മക്കളെയൊക്കെ നന്നാക്കണമെന്നും വീടും, പക്ഷേ ഇപ്പം അതെല്ലാം വിട്ടിതിന് പോണത് തന്നെ എൻ്റെ ഹിതമല്ല കർത്താവേ. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പെട്ടെന്ന് വലിയ സംഭവങ്ങൾ നടക്കണം, എന്തുകൊണ്ട്? എൻ്റെ ഹിതത്തിനെ വിട്ടിട്ട് ദൈവഹിതം എന്തോ ഒരു വലിയ കൊച്ചുപുണ്യവതി എപ്പോഴും പറയുന്നത്, ഞാൻ എൻ്റെ ഹിതമനുസരിച്ച് ഒന്നും ചോദിക്കില്ല, എൻ്റെ ഹിതത്തിലെ ക്കാൾ വളരെ വലിയ ദൈവഹിതത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഹിതത്തെ പരിത്യജിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടിയിട്ടോ, ഒരു ഇതങ്ങ് സമ്മറി കംപ്ലീറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഈ പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ അവസ്ഥയിൽ ഉള്ള ഒരു പ്രശ്നം ഇതാണ്. നമ്മുടെ ഹിതത്തെ മുൻകൂട്ടി വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശമേ പോയി. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നമ്മുടെ ഹിതം അല്ല പറയേണ്ടത് അവിടെ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകണേ, എൻ്റെ കുടുംബത്തിലാകണേ, എൻ്റെ ശുശ്രൂഷയിലാകണേ, ഈ ലോകത്തിൽ മുഴുവനാകണേ. അപ്പോൾ അവിടെ ആ പ്രാർത്ഥന ഇങ്ങനെ നീട്ടിപ്പോകും.
എന്നിലാകണേ, എൻ്റെ ചിന്തകളിലാകണേ, എൻ്റെ ഇമാജിനേഷനിലാകണേ, എൻ്റെ ആഗ്രഹങ്ങളിലാകണേ അങ്ങയുടെ ഹിതം. എൻ്റെ ഹിതം പുറത്ത് അല്ല, എൻ്റെ ഹിതമനുസരിച്ച് ഞാൻ ഒന്നും ചെയ്യണ്ട. എൻ്റെ ശുശ്രൂഷ മേഖല ഇതൊക്കെ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, അവരുടെ കാര്യങ്ങളെല്ലാം. എന്തുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ പ്രശ്നം? അവരും അവരുടെ ഹിതവും വയ്ക്കണം, നമ്മളും നമ്മുടെ ഹിതവും വയ്ക്കണം. ഇവിടെ ഒന്നും കർത്താവിൻ്റെ ഹിതം സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ അങ്ങ് നീണ്ടുപോകുമ്പോൾ കുറേ സമയം അങ്ങനെ നമ്മുടെ ഹിതത്തെ അങ്ങ് വിട്ട് 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 ദൈവത്തിൻ്റെ ഹിതമായി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആയെന്ന് മാത്രമല്ല വലിയ കാര്യങ്ങൾ നടക്കണം നമുക്ക് കാണാം. ഇനി കോറാണ്. കോർ എന്താണ്? 4ാമത്തെ പോയിന്റ്, അറിവ്. അപരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കും വരങ്ങൾക്കും ദാനങ്ങൾക്കും ഈവൻ വരദാനങ്ങൾക്കും ഇത് വചനത്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഹൃദയം ദൈവത്തിൻ്റെ ആ മഹത്വം കൊണ്ട് നിറയും. മഹത്വം എന്നുള്ള വാക്കാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ മഹത്വമാണ് ആദ്യ പാപത്തിൽ മങ്ങിപ്പോയത്. അതിനെ കർത്താവ് തിരിച്ചു പിടിച്ചു. തൻ്റെ പുത്രനെ വചനം മാംസമായി ഭൂമിയിൽ മനുഷ്യരിൽ ഒരാളായി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യരുടെ മഹത്വത്തെ വീണ്ടെടുത്തു. എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ ഇന്ന് ഐക്യപ്പെട്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കാളിയായെങ്കിൽ എല്ലാ മനുഷ്യരും ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാക്കിയിരിക്കുന്നു ക്രിസ്തു. അത് വിശ്വസിക്കുന്നവരിൽ അത് തുടിക്കുന്നു. അങ്ങനെ ആ മഹത്വമാണ് അന്നു വേണ്ട ആഹാരത്തിൻ്റെ പ്രധാന പോയിന്റ്. ഇത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പ്രയാസമില്ല. ആദ്യം പോയിട്ട് ക്ഷമിക്കാൻ നോക്കരുത്. പ്രാർത്ഥനയുടെ ആദ്യം ക്ഷമിക്കാൻ നോക്കിയാൽ സാധിക്കില്ല. ഈ 5ാമത്തെ സ്റ്റെപ്പാണ് ഇതിനകത്ത് ക്ഷമ. നമ്മുടെ ആത്മാവ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് വാത്സല്യം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഞാനിപ്പോൾ അവനോട് വെറുപ്പും വിദ്വേഷം വിചാരിച്ചിട്ട് എന്ത് കാര്യം? കർത്താവ് എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ അവനോട് ക്ഷമിക്കാം. ക്ഷമ അല്ല നിയമം, സ്നേഹമാണ്. അപ്പോൾ അവരെ അങ്ങ് സ്നേഹിക്കണം. എല്ലാ ദിവസവും ആരെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം. അത് കർത്താവ് അനുവദിക്കുന്നതാണ്. നമ്മുടെ സഹനത്തിന് വേണ്ടിയും ഒരു ഒപ്പോസിഷൻ. അവരോടങ്ങ് ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ ദൈവരാജ്യം പടർന്നു. അതിനുശേഷം നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടി. കാരണം നമ്മുടെ പാപം കർത്താവ് ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ അനുഭവമാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. പാപം മനുഷ്യനിൽ പാപത്തിൻ്റെ മാരകമായ എല്ലാ കോൺസിക്വൻസുകളും മാമോദീസായിലൂടെ മാറിയിട്ടുണ്ടെങ്കിലും കാലികമായ ബലഹീനതകൾ നമ്മളിൽ നിലനിർത്തിയിരിക്കുന്നത് നമ്മൾ അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ നിനക്കറിയാലോ എൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രലോഭനം, നീ എന്നെ പിടിച്ചേക്കണേ, ഞാൻ അതിൽ വീഴാതെ. മനസ്സിലായോ? ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് രാവിലെ. അപ്പോൾ നമ്മളുടെ ആ ബലഹീനതയിൽ കർത്താവിൻ്റെ ബലം അതാണ് നിറഞ്ഞു കഴിയുമ്പോൾ ആ പ്രലോഭനത്തിനെ വെല്ലുവിളിയോടെ നമ്മൾ വിജയിക്കും. അപ്പോഴാണ് ഇന്ന് ഒറ്റ ദിവസത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന് എന്നെ ആ പ്രലോഭനത്തിൽ വീഴ്ത്തരുത്, ഇന്ന് എന്നെ നീ രക്ഷിക്കണം, ഇന്ന് എന്നെ നീ പിടിക്കണം, ഇന്ന് എനിക്ക് നീ ആ ശക്തി തരണം. വൈകുന്നേരം ആകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇന്ന് ആ പ്രലോഭനം ഉണ്ടായില്ല, ഇനി നാളെ. അതാണ്, നീ ഇന്നത്തെ കാര്യം മാത്രം നോക്ക്, നാളത്തെ കാര്യം നാളെ നോക്കാം. ഇനി അവസാനം, സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. തിന്മ നശ്വരമാണ്, നന്മയും ദൈവത്തിൻ്റെ ശക്തിയും അനശ്വരമാണ്. ദൈവരാജ്യം നമ്മളിൽ വന്നിരിക്കുന്നു, ദൈവഹിതം നമ്മളിൽ വന്നിരിക്കുന്നു. ഇനി ഏത് തിന്മയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തിന്മയെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. അതിൻ്റെ അവസാനം ഒരു ഡോക്സോളജി എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്, ആ അങ്ങിൽ ഞാൻ ഒന്നായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ഒരു പ്രാവശ്യം സാവധാനം ഒന്ന് ആ പ്രാർത്ഥന ചെല്ലാം. എല്ലാവരും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട്
ഇന്ന് സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിച്ച് നമ്മൾ 9 മണിക്ക് ക്ലാസ് തുടങ്ങാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവ് കുറച്ചും കൂടി സമയമെടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്.